എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിന്റെ പാരായണം 50-ാം ദിവസമായ ഇന്ന് ഉത്തരകാണ്ഡത്തിന്റെ സപ്തമ സർഗമാണ് പാരായണം ചെയ്യുന്നത്. യജ്ഞവേദിയിൽ ലവകുശന്മാരുടെ ഗാനം, സീതയുടെ ഭൂപ്രവേശം, മാതാവിനുള്ള ഉപദേശം, ഇവയാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണൗ വജസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അധ്യാത്മരാമായണം ഉത്തരകാണ്ഡം സപ്തമ സർഗഃ. ശ്രീമഹാദേവ ഉവാച വാൽമീകിനാ ബോധിതോസൗ കുശഃ സദ്യോ ഗതഭ്രമ അന്തർമുക്തോ ബഹിഃ സർവം അനുകുർവം ചകാരസ. വാൽമീകിയുടെ പ്രബോധനത്താൽ സംശയമെല്ലാം പാടെ നീങ്ങിയ കുശൻ അകമേ മുക്തനും പുറമേ എല്ലാ കർത്തവ്യങ്ങളും അനുഷ്ഠിക്കുന്നവനുമായി ജീവിച്ചു. വാൽമീകിരവി തൗ പ്രാഹ സീതാപുത്രൗ മഹാദിയൗ തത്ര തത്ര ജഗായന്തൗ പുരേ വീദിഷു സർവദ രാമസ്യാഗ്രേ പ്രഗായേതാം ശുശ്രൂഷുർയതി രാഘവ ന ഗ്രാഹ്യം വൈ വാഭ്യാം തത് യദി കിഞ്ചിത് പ്രദാസ്യതി. വാൽമീകി അതിബുദ്ധിശാലികളായ ആ സീതാകുമാരന്മാരോട് പറഞ്ഞു, പാട്ടും പാടി പട്ടണത്തിലും വീഥികളിലും അവിടെവിടെയായി എല്ലായിടത്തും സഞ്ചരിക്കുമ്പോൾ ശ്രീരാമനും പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലും പാടിക്കൊള്ളുക. അദ്ദേഹം എന്തെങ്കിലും തന്നാൽ അത് നിങ്ങൾ സ്വീകരിക്കരുത്. ഇതി തൗ ചോദിതൗ തത്ര ഗായമാനൗ വിചേരതു യഥോക്തം ഋഷണാപൂർവം തത്ര തത്രാഭ്യഗായതാം തം സ ശുശ്രാവകാകുൽസ്ഥ പൂർവചിത്യാം തതസ്തത അപൂർവ പാഠജാതിം ച ഗായേന സമഭിപ്ലുതാം. ബാലയോ രാഘവ ശ്രുത്വാ കൗതൂഹലമുപേയുവാൻ അത കർമാന്തരേ രാജാ സമാഹൂയ മഹാമുനീൻ രാജ്ഞൈവ നരവ്യാഘ്ര പണ്ഡിതാം ചൈവ നൈകമാൻ പൗരാണികാൻ ശബ്ദവിദോ ഏജവൃദ്ധാ ദ്വിജാദയഃ. ഇങ്ങനെ വാൽമീകിയുടെ നിർദ്ദേശം സ്വീകരിച്ച് രാമന്റെ കഥ പാടി അവർ സഞ്ചരിച്ചു. മുനി പറഞ്ഞ സ്ഥലത്തെല്ലാം അവർ പാട്ടുപാടി നടന്നു. അവിടെവിടെ തൻ്റെ പൂർവചരിതങ്ങൾ കുട്ടികൾ പാടി നടക്കുന്നത് ശ്രീരാമൻ കേട്ടു. ബാലന്മാരുടെ ഗാനം ശ്രവിച്ച് രാഘവന് കൗതൂഹലമുണ്ടായി. പിന്നീട് വിശ്രമ സമയത്ത് നരകേസരിയായ രാമൻ മാമുനിമാർ, നൃപന്മാർ, പണ്ഡിതന്മാർ, വൈദികർ, പൗരാണികർ, ശബ്ദശാസ്ത്രജ്ഞർ, ദ്വിജന്മാർ, വൃദ്ധർ മുതലായവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. ഏതാൻ സർവാൻ സമാഹൂയ ഗായകൗ സമവേശയത് തേ സർവേ ഹൃഷ്ടമനസോ രാജാനോ ബ്രാഹ്മണാദയ
രാമം തൗ താരകൗ ദൃഷ്ട്വാ വിസ്മിതാ ഹ്യനിമേഷണ അവോചൻ സർവ ഏവൈതേ പരസ്പരം അഥാഗതാ. ഇവരെയെല്ലാം സംഘടിപ്പിച്ചതിന് ശേഷം ഈ ഗായകരായ ബാലകന്മാരെയും വരുത്തി. ആ രാജാക്കന്മാരും ബ്രാഹ്മണാദികളും എല്ലാം സന്തോഷിച്ചു. രാമനെയും ആ കുമാരന്മാരെയും കണ്ട് വിസ്മയത്തോടെ അനിമേഷരായി അവർ നിന്നുപോയി. ആഗതരായുള്ളവർ സകലരും അന്യോന്യം പറഞ്ഞു, ഇമൗ രാമസ്യ സദൃശൗ ബിംബാദ് ബിംബമിവോദിതൗ ജഡിലൗ യദിനസ്യാതാം നജവൽക്കലധാരിണൗ വിശേഷം നാധികച്ചാമോ രാഘവസ്യ ആനയോസ്തദാ ഏവം സംവാദതാം തേഷാം വിസ്മിതാനാം പരസ്പരം ഉപചക്രമദുർഗാതും താ ഉഭൗ മുനിതാരകൗ തദപ്രവൃത്തം മധുരം ഗാന്ധർവം അതിമാനുഷം. ഇവർ രാമന് തുല്യർ തന്നെ. ബിംബത്തിൽ നിന്ന് ഉളവായ പ്രതിബിംബം പോലെ ജടയും വൽക്കലവും ധരിക്കാതിരുന്നെങ്കിൽ രാമനും ഇവരും തമ്മിൽ യാതൊരു വ്യത്യാസവും തോന്നുമായിരുന്നില്ല. വിസ്മിതരായ അവർ ഇപ്രകാരം അന്യോന്യം സംസാരിക്കവേ ആ മുനികുമാരന്മാർ ഇരുവരും പാടാൻ തുടങ്ങിയതോടെ അതിമാനുഷവും മധുരവുമായ ഗാനം പ്രവഹിച്ചു. ശ്രുത്വാ തന്മധുരം ഗീതം അപരാന്നേ രഘൂത്തമഃ ഉവാച ഭരതം ജാഭ്യാം ദീയതാം അയുധം വസു ദീയമാനം സുവർണം തു നതജഗൃഹദുസ്തദാ കിമനേന സുവർണേന രാജന്നോ വന്യഭോജനൗ ഇതി സന്ധ്യജ്യ സംദത്തം ജഗ്മദുർമുനിസന്നിധിം ഏവം ശ്രുത്വാ ദുചരിതം രാമ സ്വസ്വൈവ വിസ്മിതഃ. മധുരമായ ആ ഗാനം കേട്ട രഘുവരൻ വൈകുന്നേരം ഭരതനോട് പറഞ്ഞു, ഈ കുട്ടികൾക്ക് 10,000 സ്വർണ്ണമുദ്ര നൽകണം. അപ്പോൾ നൽകിയ ആ സ്വർണം അവർ സ്വീകരിച്ചില്ല. അല്ലയോ മഹാരാജാവേ, ഞങ്ങൾ കാട്ടിൽ കിട്ടുന്നത് ഭക്ഷിക്കുന്നവരാണ്, ഞങ്ങൾക്ക് സ്വർണം കൊണ്ട് എന്ത് കാര്യം? അങ്ങനെ കൊടുത്ത സ്വർണം വെടിഞ്ഞ് അവർ മഹർഷിമാരുടെ അരികിലേക്ക് പോയി. ഇങ്ങനെ തൻ്റെ തന്നെ ചരിത്രം ശ്രവിച്ച രാമൻ അത്ഭുതപ്പെട്ടു. ജ്ഞാത്വാ സീതാകുമാരൗ തൗ ശത്രുഘ്നം ചേതമബ്രവീത് ഹനുമന്തം സുഷേണം ച വിഭീഷണമഥാംഗദം ഭഗവന്തം മഹാത്മാനം വാൽമീകിം മുനിസത്തമം ആനയധ്വം മുനിവരം സസീതം ദേവസംമിതം. അവർ സീതയുടെ മക്കളാണ് എന്നറിഞ്ഞപ്പോൾ രാമൻ ശത്രുഘ്നൻ, ഹനുമാൻ, സുഷേണൻ, വിഭീഷണൻ, അംഗദൻ എന്നിവരോട് കൽപ്പിച്ചു, മഹാത്മാവും ദേവതുല്യനും മുനിവര്യനുമായ ഭഗവാൻ വാൽമീകിയെ സീതാസഹിതം ആനയിക്കുക. അസ്യാസ്തു പാർഷദോ മധ്യേ പ്രത്യയം ജനകാത്മജ കരോതു ശപഥം സർവേ ജാനന്തു ഗതകൽമഷാം സീതാം തദ്വചനം ശ്രുത്വാ ഗതാ സർവേ അതിവിസ്മിതാഃ ഊജുർ യഥോക്തം രാമേണ വാൽമീകിം രാമപാർഷദാഃ. ഈ സഭാമധ്യത്തിൽ സീത ശപഥം ചെയ്യട്ടെ, സകലരും ജനകപുത്രിയായ സീതയെ പരിശുദ്ധയെന്നറിയട്ടെ. ഈ വാക്കുകൾ കേട്ട രാമദൂതൻ പാടെ വിസ്മയം പൂണ്ടു. വാൽമീകിയുടെ സമീപത്തെത്തി രാമൻ അരുളിയതുപോലെ അറിയിക്കുകയും ചെയ്തു. രാമസ്യ ഹൃദ്ഗതം സർവം ജ്ഞാത്വാ വാൽമീകിരബ്രവീത് ശ്വകരിഷ്യതി വൈ സീതാശപദം ജനസംസദി യോഷിതാം പരമം ദൈവം പതിരേവന സംശയഃ തത്ശ്രുത്വാ സഹസാ ഗത്വാ സർവേ പ്രോചുർമുനേർവചഃ രാഘവസ്യാഭിരാമോപി ശ്രുത്വാ മുനിവചസ്തഥാ രാജാനോ മുനയഃ സർവേ ശൃണുധ്വം ഇതി ചാബ്രവീത് സീതായാ ശപഥം ലോകാ വിജാനന്തു ശുഭാശുഭം ഇതി കൃത്വാ രാഘവേണാഥ ലോകാ സർവേ ദിദൃക്ഷവ ബ്രാഹ്മണാ ക്ഷത്രിയാ വൈശ്യാ ശൂദ്രാശ്ചൈവ മഹർഷയഃ വാനരാശ്ച സമാജഗ്മു കൗതൂഹല സമന്വിതാഃ. രാമന്റെ മനോഗതമെല്ലാം അറിഞ്ഞ വാൽമീകി പ്രഖ്യാപിച്ചു, ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ സീത നാളെ ശപഥം ചെയ്യുന്നതാണ്.
സ്ത്രീകൾക്ക് പരമമായ ദൈവം ഭർത്താവ് തന്നെ, സംശയമില്ല. മുനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സകലരും ഓടിയെത്തി രാമനെ വിവരമറിയിച്ചു. അപ്രകാരം മുനിവചനം ശ്രവിച്ച രാമൻ പ്രഖ്യാപിക്കുകയുണ്ടായി, രാജാക്കന്മാരെ, മുനിമാരെ എല്ലാവരും സീതയുടെ ശപഥം ശ്രദ്ധിക്കുവിൻ. മാലോകർ ശുഭാശുഭം അറിയട്ടെ. രാമൻ ഇങ്ങനെ പ്രഖ്യാപിച്ചതോടെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാർ, മഹർഷിമാർ, വാനരർ എല്ലാവരും കൗതൂഹലപൂർവം സീതാശപഥം കാണുവാൻ വന്നു ചേർന്നു. തതോ മുനിവരസ്തൂർണം സസീതസമുപാഗമത് അഗ്രസ്തസ്തമൃഷിം കൃത്വാ യാന്തി കിഞ്ചിദവാങ്മുഖി കൃതാഞ്ജലിർബാഷ്പകണ്ഠാ സീതാ യജ്ഞം വിവേശത്തം ദൃഷ്ട്വാ ലക്ഷ്മീം ഇവായാന്തീം ബ്രഹ്മണാം അനുയായിനീം. വാൽമീകേ പൃഷ്ടത സീതാം സാധുവാദോ മഹാനഭൂത് തദാ മധ്യേ ജനൗഹസ്യ പ്രവിശ്യ മുനിപുംഗവഃ സീതാസഖായോ വാൽമീകിർ ഇതി പ്രാഹ ച രാഘവം. ഇയം ദാശരഥേ സീതാ സുവ്രതാ ധർമ്മചാരിണീ അപാപാ തേ പുരാ ത്യക്താ മമാശ്രയസമീപത ലോക അപവാദഭീതേന ത്വയാ രാമ മഹാവനേ. അപ്പോൾ മുനിശ്രേഷ്ഠനായ വാൽമീകി സീതയോടുകൂടി അവിടെ എത്തി. തെല്ല് മുഖം താഴ്ത്തി തൊഴുകയോടെ ഗദ്ഗദകണ്ഠയായി ആ മുനിയുടെ പിറകിൽ നടന്നു വന്ന സീത യജ്ഞശാലയിൽ പ്രവേശിച്ചു. ബ്രഹ്മാവിനെ അനുഗമിക്കുന്ന ലക്ഷ്മിയെപ്പോലെ വാൽമീകിയുടെ പിന്നാലെ വന്ന സീതയെ ദർശിച്ചതോടെ ജനതതി ഉച്ചത്തിൽ അഭിവാദനം മുഴക്കി. അനന്തരം സീതാസമേതം ജനങ്ങളുടെ ഇടയിലേക്ക് കടന്ന് മുനിവരനായ വാൽമീകി രാമനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ രാമ, ലോകാപവാദം ഭയന്ന് നീ കുറേ നാൾ മുമ്പ് എൻ്റെ ആശ്രമത്തിനടുത്ത് കൊടുങ്കാട്ടിൽ തള്ളിക്കളഞ്ഞ സീത ഇതാ. ദാശരഥേ, അവൾ തികച്ചും പതിവ്രതയും ധർമ്മനിഷ്ഠയുള്ളവളും നിഷ്കളങ്കയുമാണ്. പ്രത്യയം ദാസ്യതേ സീത തദനുജ്ഞാതുമർഹസി. ഇമൗതു സീതാതനയാ ഇമൗ യമളജാതകൗ സുതൗതു തവ ദുർദർശൗ തഥ്യമേതത് ബ്രവീമിതേ പ്രചേതസോഹം ദശമ പുത്രോ രഘുകുലോദ്വഹ. സീത തൻ്റെ വിശുദ്ധത പ്രമാണീകരിക്കും. അതിന് അനുമതി നൽകിയാലും ഇവർ സീതയുടെ കുഞ്ഞുങ്ങളാണ്, ഇരട്ട പിറന്നവരാണ് ഇവർ. അജയ്യരായ ഇവർ നിന്റെ പുത്രന്മാരാണ്. നിന്നോട് ഞാൻ ഈ പറയുന്നത് സത്യമാണ്. അല്ലയോ രഘുവര, പ്രജാപതി പ്രചേതസ്സിൻ്റെ 10ാമത്തെ മകനാണ് ഞാൻ. അനൃതം ന സ്മരാമിക്തം തഥേമൗ തവ പുത്രകൗ ബഹൂൻ വർഷഗണാൻ സമ്യക് തപശ്ചര്യാമയാ കൃതാ നോപാശ്രിയാം ഫലം തസ്യാ ദുഷ്ടേയം യതി മൈഥിലി വാൽമീനൈവ മുക്തസ്തു രാഘവ പ്രത്യഭാഷത. ഞാൻ കള്ളം പറഞ്ഞതായിട്ട് ഓർക്കുന്നു പോലുമില്ല. വീണ്ടും പറയുന്നു, ഇവർ നിന്റെ മക്കൾ തന്നെയാണ്. അനേകം വർഷം തീവ്ര തപസ്സനുഷ്ഠിച്ചവനാണ് ഞാൻ. ഈ മൈഥിലി ദുഷ്ടയെങ്കിൽ ആ തപഫലം ഞാൻ വെടിയുന്നതാണ്. വാൽമീകി ഇപ്രകാരം പറഞ്ഞപ്പോൾ രാമൻ പ്രതിവചിച്ചു, ഏവമേതൻ മഹാപ്രാജ്ഞ യഥാ വദസി സുവ്രത പ്രത്യയോജനിതോ മഹ്യം തവ വാക്യം അഖിൽമിഷൈ ലങ്കായാമവിദത്തോ മേ വൈദേഹ്യാ പ്രത്യയോ മഹാൻ ദേവാനാം പുരതസ്തേന മന്ദിരേ സംപ്രവേശിത. അല്ലയോ മഹാതപസ്വിയായ മഹാജ്ഞാനി, അങ്ങ് പറയുന്നതെല്ലാം സത്യമാണ്. അവിടുത്തെ വിശുദ്ധ വചനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. ലങ്കയിൽ ദേവന്മാരുടെ സന്നിധിയിൽ വെച്ചും വൈദേഹി എനിക്ക് തികഞ്ഞ വിശ്വാസം പകർന്നു തരികയുണ്ടായി. ആകയാൽ ഗൃഹത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. സേയം ലോകഭയാത് ബ്രഹ്മൻ അപാപാപീ സതീപുരാ സീതാ മയാ പരിത്യക്ത ഭവാംസ്തത് ക്ഷന്തുമർഹതി മമൈവ ജാതൗ ജാനാമി പുത്രാ ഏതൗ കുശീലവൗ ശുദ്ധായാം ജഗതി മധ്യേ സീതായാം
പ്രീതിരസ്തുമേ. നിർദോഷയെങ്കിലും ലോക അപവാദ ഭയം മൂലം ഈ പതിവ്രതയായ സീതയെ മുമ്പ് ഞാൻ പരിത്യജിച്ചു. അങ്ങ് അത് ക്ഷമിക്കുമാറാകണം. എനിക്ക് പിറന്ന ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ ലവകുശന്മാരെന്നും എനിക്കറിയാം. ലോകത്തിൻ്റെ മുമ്പിൽ വിശുദ്ധയായി വിളങ്ങുന്ന സീതയിൽ എനിക്ക് പ്രീതി ഭവിക്കട്ടെ. ദേവാ സർവേ പരിജ്ഞായ രാമാഭിപ്രായമുത്സുകാഃ ബ്രഹ്മാണമഗ്രതകൃത്വാ സമാജഗ്മുസഹസ്രശ പ്രജാസമാഗമൻ ഹൃഷ്ടാ സീതാ കൗശേയവാസിനി ഉദങ്മുഖീ ഹ്യധൂം ദൃഷ്ടി പ്രാഞ്ജലിർ വാക്യമബ്രവീത്. രാമന്റെ ഇംഗിത പറഞ്ഞതോടെ ഉത്സുകരായ ആയിരക്കണക്കിന് ദേവന്മാരെല്ലാം ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ സന്നിഹിതരായി. സന്തുഷ്ടരായ പ്രജകളും വന്നുചേർന്നു. പട്ട് ഉടയാടെ അണിഞ്ഞ സീത എഴുന്നേറ്റു. വടക്കോട്ട് മുഖം തിരിഞ്ഞ് ദൃഷ്ടി താഴെ ഊന്നി തൊഴുകയ്യോടെ ഇങ്ങനെ മൊഴിഞ്ഞു: രാമാത് അന്യം യദാഹം വൈ മനസാവിന ചിന്തയേ തഥാ മേ ധരണീദേവി വിവരം ദാതുമർഹതി. രാമനല്ലാതെ മറ്റൊരുവനെ മനസ്സിൽ പോലും നനയ്ക്കാതെയാണ് ഞാൻ കഴിയുന്നത് എന്നത് സത്യമെങ്കിൽ, അല്ലയോ ഭൂമിദേവി, എനിക്ക് വിടവിലൂടെ പ്രവേശനം നൽകിയാലും. തഥാ ശപന്ത്യാ സീതായാ പ്രാദുരാസീൻ മഹാത്ഭുതം ഭൂതലാ ദിവ്യമത്യർത്ഥം സിംഹാസനമനുത്തമം. സീത ഈ വിധം ശപഥം ചെയ്യവേ ഭൂമിക്കുള്ളിൽ നിന്നും അത്യന്തം അത്ഭുതകരവും അതിദിവ്യവും അത്യുത്തമവുമായ ഒരു സിംഹാസനം ഉയർന്നു വന്നു. നാഗേന്ദ്രൈർധ്രിയമാണാം ച ദിവ്യദേഹൈരവിപ്രഭം ഭൂദേവി ജാനകീം ദോർഭ്യാം ഗൃഹീത്വാ സ്നേഹസംയുത സ്വാഗതം താം വാചൈനാം ആസനേ സന്യവേശയത് സിംഹാസനസ്ഥാം വൈദേഹീം പ്രവിശന്തിം രസാതലം നിരന്തരാ പുഷ്പവൃഷ്ടിർ ദിവ്യാ സീതാം അവാകിരത്. സാധുവാദശ്ച സുമഹാൻ ദേവാനാം പരമാത്ഭുതഃ. സൂര്യനെപ്പോലെ തിളങ്ങുന്ന സിംഹാസനം ദിവ്യശരീരായ നാഗരാജാക്കന്മാരാണ് വഹിച്ചത്. ഭൂമിദേവി സ്നേഹപൂർവ്വം സീതയെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചു. അവർക്ക് സ്വാഗതമൂറി. സീതയെ സിംഹാസനത്തിലിരുത്തി സിംഹാസനസ്ഥയായി പാതാളത്തിലേക്ക് പ്രവേശിച്ച ആ വിദേഹപുത്രിയുടെ മേൽ നിരന്തരം ദിവ്യപുഷ്പങ്ങൾ വർഷിക്കപ്പെട്ടു. ദേവന്മാരുടെ അത്യത്ഭുതകരവും മഹത്തരവുമായ അഭിവാദനങ്ങളും മുഴങ്ങി. ഊജുശ്ച ബഹുദാ വാചോ ഹ്യന്തരീക്ഷഗതാസുരാഃ അന്തരീക്ഷേ ച ഭൂമൗ ച സർവേ സ്ഥാവരജംഗമാഃ വാനരാശ്ച മഹാകായ സീതാശപഥകാരണാത് കേചിത് ചിന്താപരാസ്തസ്യ കേചിത് ധ്യാനപരായണാഃ. അന്തരീക്ഷത്തിൽ നിന്ന് വാനർ പലതും സംസാരിച്ചു. സീതയുടെ ശബ്ദത്തെ ചൊല്ലി ആകാശത്തിലും ഭൂമിയിലുമായി സകല ചരാചരങ്ങളും വ്യാകുലരായി. ഭീമാകാരരായ വാനരരിൽ ചിലർ ചിന്താകുലരും ചിലർ ആലോചനാമഗ്നരും ആയിത്തീർന്നു. കേചിത് രാമം നിരീക്ഷന്ത കേചിത് സീതാമജേതസഃ മുഹൂർത്തമാത്രം തത്സർവം തുഷ്ണീഭൂതം അചേതനം. ചിലർ രാമനെയും മറ്റു ചിലർ സീതയെയും നോക്കി മോഹാലസ്യപ്പെട്ടു. ക്ഷണനേരത്തേക്ക് അവരെല്ലാം അചേതനരും നിശ്ചലരുമായി. സീതാപ്രവേശനം ദൃഷ്ട്വാ സർവം സമ്മോഹിതം ജഗത് രാമസ്തു സർവം ജ്ഞാത്വൈവ ഭവിഷ്യത് കാര്യഗൗരവം അജാനന്യവ ദുഃഖേന ശുചോയ ജനകാത്മജാം ബ്രഹ്മണ ഋഷിഭിഃ സാർദ്ധം ബോധിതോ രഘുനന്ദനഃ. ഭൂമിയുടെ വിടവിലേക്ക് സീത പ്രവേശിക്കുന്നത് കണ്ട് ലോകമെല്ലാം സ്തംഭിച്ചു. ഭാവി കാര്യങ്ങളുടെ ഗൗരവം അറിഞ്ഞുകൊണ്ട് തന്നെ രാമൻ അജ്ഞനെപ്പോലെ സീതയെ ചൊല്ലി ദുഃഖിതനായി. മുനിമാരോടൊത്ത് ബ്രഹ്മാവ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. പ്രതിബുദ്ധൈവ സ്വപ്നാത് ചകാരാനന്തരാക്രിയാം വിസസർജൈഷീൻ സർവാൻ ഇർത്തിജോ യേ സമാഗതാഃ താൻ സർവാൻ ധനരത്നാദ്യൈ തോഷയാമാസ ഭൂരിശഃ ഉപാദായ കുമാരൗ താ
അയോധ്യാം അഗമത് പ്രഭുഹു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവനെ പോലെയാണ് അദ്ദേഹം ശേഷിച്ച കർമ്മങ്ങൾ ചെയ്തു തീർത്തത്. യജ്ഞത്തിന് ഋത്വിക്കുകളായി വന്ന സകല ഋഷിമാരെയും ധാരാളം ധനരത്നാദികളാൽ ദക്ഷിണ നൽകി സന്തുഷ്ടരാക്കി യാത്രയാക്കുകയും ചെയ്തു. ഭഗവാൻ രാമൻ ആ കുമാരന്മാരെയും കൂട്ടി പിന്നെ അയോധ്യയിലേക്ക് പോയി. തദാതി നിസ്പൃഹോ രാമ സർവഭോഗേഷു സർവദാ ആത്മചിന്താവരോ നിത്യം ഏകാന്തേ സമുപസ്ഥിത ഏകാന്തേ ധ്യാനനിരതേ ഏകദാ രാഘവേ സതി ജ്ഞാത്വാ നാരായണം സാക്ഷാത് കൗസല്യാ പ്രിയവാദിനി ഭക്ത്യാഗത്യ പ്രസന്നം തം പ്രണതാ പ്രാഹ ഹൃഷ്ടതി രാമ ത്വം ജഗതാം ആദിർ ആദിമധ്യാന്തവർജിതഃ പരമാത്മാ പരാനന്ദ പൂർണ്ണ പുരുഷ ഈശ്വര ജാതോസി മേ ഗർഭഗൃഹേ മമ പുണ്യാതിരേകതഃ. അന്നു തുടങ്ങി സകല ഭോഗങ്ങളിലും എന്നേക്കുമായി ആഗ്രഹം കൈവിട്ട രാമൻ ആത്മചിന്തയിൽ മുഴുകി സദാ ഏകാന്തതയിൽ കഴിഞ്ഞു. ഒരിക്കൽ ഏകാന്തതയിൽ രാമൻ ധ്യാന നിരതനായിരിക്കുമ്പോൾ സാക്ഷാൽ ശ്രീനാരായണനാണ് അദ്ദേഹം എന്നറിയാവുന്ന പ്രിയഭാഷിണിയായ കൗസല്യാദേവി ഭക്തിപൂർവ്വം സമീപിച്ചു. സന്തുഷ്ടമായ മനസ്സോടെ വിനയപൂർവ്വം അറിയിച്ചു, അല്ലയോ രാമ, ആദിമധ്യാന്തങ്ങളില്ലാത്ത നീയാണല്ലോ പ്രപഞ്ചത്തിന് മൂലകാരണം. നീ പരമാത്മാവ്, പരമാനന്ദരൂപൻ, പൂർണ്ണൻ, പുരുഷൻ, ഈശ്വരൻ എല്ലാമാണ്. എൻ്റെ പുണ്യത്തികവുകൊണ്ട് എൻ്റെ ഗർഭത്തിൽ പിറന്നു എന്നേയുള്ളൂ. അവസാനേ മമാപ്യദ്യ സമയോ ഭൂദ്രഘൂത്തമ നാദ്യാപ്യബോധജ കൃഷ്ണ നോ ഭവബന്ധോ നിവർത്തതേ. അല്ലയോ രഘൂത്തമ, ഒടുക്കം എനിക്ക് ഇന്നാണ് ചിലത് ചോദിക്കാൻ അവസരം കൈവന്നത്. ഇന്നും അജ്ഞാനജനിതമായ സംസാരബന്ധം എന്നിൽ നിന്നും പൂർണ്ണമായി വിട്ടുപോയിട്ടില്ല. ഇദാനീം അഭിമേ ജ്ഞാനം ബബബന്ധ നിവർത്തകം യഥാ സംക്ഷേപതോ ഭൂയാത് തഥാ ബോധയമാം വിഭോ. അല്ലയോ പ്രഭോ, ഇനി എനിക്കും സംസാരനാശകമായ ജ്ഞാനം എങ്ങനെയാണോ അത് സംക്ഷേപിച്ച് ഉപദേശിച്ചാലും. നിവേദവാദിനീമേവം മാതരം മാതൃവത്സലഃ ദയാലു പ്രാഹധർമാത്മാ ജരാർജരിതാം ശുഭാം. ധർമാത്മാവും മാതൃഭക്തനും ദയാമയനുമായ രാമൻ ജരയാൽ ക്ഷീണിച്ചവളും വിരക്തിവചനം ഓതുന്നവളും ശോഭനയുമായ തൻ്റെ മാതാവിനോട് ഇപ്രകാരം പറഞ്ഞു. മാർഗാസ്ത്രയോ മയാ പ്രോക്താം പുരാ മോക്ഷാപ്തി സാധകാഃ കർമ്മയോഗോ ജ്ഞാനയോഗോ ഭക്തിയോഗശ്ച ശാശ്വതഃ ഭക്തിർവിഭ്യദ്യതേ മാതാ ത്രിവിധാ ഗുണഭേദതഃ സ്വഭാവോ യസ്യ യസ്തേന തസ്യ ഭക്തിർ വിവിധ്യതേ യസ്തു ഹിംസാ സമുദ്ദിശ്യ ദംഭമാത്സര്യമേവ വാ ഭേദദൃഷ്ടിശ്ച സംരംഭി ഭക്തോ മേ താമസസ്മൃത ഫലാഭിസന്ധിർഭോഗാർത്ഥി ധനകാമോ യശസ്തദാ അർച്ചാദോ ഭേദബുദ്ധ്യാ മാം പൂജയേത് സതുരാജസഃ. മോക്ഷപ്രാപ്തിക്കുതകുന്ന 3 വഴികൾ നേരത്തെ തന്നെ ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കർമ്മയോഗം, ജ്ഞാനയോഗം, ശാശ്വതമായ ഭക്തിയോഗം ഇവയാണത്. അല്ലയോ മാതാവേ, സാധകന്റെ ഗുണഭേദമനുസരിച്ച് ഭക്തി 3ആയി വിഭജിക്കപ്പെടുന്നു. ആർക്ക് ഏതാണോ സ്വഭാവം അത്തരത്തിലായിരിക്കും അവൻ്റെ ഭക്തി. യസ്തു ഹിംസാം സമുദ്ദിശ്യ ദംഭമാത്സര്യമേവ വാ ഭേദദൃഷ്ടിച്ച സംരംഭി ഭക്തോ മേ താമസസ്മൃത. ഹിംസ, ദംഭം, മാത്സര്യം ഇവ ലാക്കാക്കി ഭേദദൃഷ്ടിയോടെ ഭക്തിക്ക് ഉദ്യമിക്കുന്നവൻ എൻ്റെ താമസഭക്തൻ എന്ന് പറയപ്പെടുന്നു. ഫലാസി സന്ധിർഭോഗാർത്ഥി ധനകാമോ യശസ്തദാ അർച്ചാദോ വേദബുദ്ധ്യാ മാം പൂജയേത് സതു രാജസഃ. ഫലേച്ഛയുള്ളവൻ, ഭോഗാസക്തൻ, പണക്കൊതിയൻ, കീർത്തി ബഹുമാനാദികളിൽ താല്പര്യം കൊണ്ട് എന്നെ പൂജിക്കുന്നവൻ, ഇവനൊക്കെ രാജസഭക്തന്മാരാണ്. പരസ്മിന്നർപ്പിതം യസ്തു കർമ്മനിർവഹണായ
കർത്തവ്യം ഇതി വാകുര്യാത് വേദബുദ്ധ്യാ സസാത്വികഃ. പരമാത്മാവിൽ അർപ്പിച്ച് കടമ നിറവേറ്റാനോ അഥവാ കർത്തവ്യമെന്ന് കരുതിയോ വേദബുദ്ധിയോടെ കർമ്മം ചെയ്യുന്നവർ സാത്വിക ഭക്തന്മാരാണ്. മദ്ഗുണശ്രവണാദേവ മയ്യനന്ദഗുണാലയേ അവിഛിന്നാ മനോവൃത്തി യഥാ ഗംഗാംബുനോ അംബുധൗ തദേവ ഭക്തിയോഗസ്യ ലക്ഷണം നിർഗുണസ്യ ഹി അഹൈതുക്യവ്യവഹിതായ ഭക്തിർമഹി സാമേ സാലോക്യ സാമീപ്യ സാഷ്ടി സായുജ്യമേവ വാ ദദാത്യപി ന ഗൃഹ്ണന്തി ഭക്ത മത്സേവനം വിനാ. എൻ്റെ ഗുണങ്ങൾ കേട്ടുകൊണ്ട് അനന്തഗുണങ്ങൾക്ക് ആധാരമായ എന്നിൽ ഏകാഗ്രതയോടെ മനസ്സിനെ ലയിപ്പിക്കണം. ഗംഗാജലം സമുദ്രത്തിലെന്ന പോലെ അതാണ് നിർഗുണഭക്തിയുടെ ലക്ഷണം. അകാരണവും അഖണ്ഡവുമായി ഏത് വിധത്തിലുള്ള ഭക്തിയാണോ എന്നിൽ ഉളവാകുന്നത് അത് എൻ്റെ സാലോക്യ, സാമീപ്യ, സമസ്ഥിതി, സായുജ്യം ഇവയെല്ലാം തന്നെ നേടിത്തരും. എങ്കിലും ഭക്തന്മാർ എൻ്റെ സേവനം ഒഴികെ ഒന്നും സ്വീകരിക്കാറില്ല. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്കായി ഒന്നുകൂടി വിശദീകരിക്കാം. സാലോക്യം, സാമീപ്യം മുതലായവയൊന്നും പരമഭക്തന്മാർ ലക്ഷീകരിക്കാറില്ല. സായുജ്യം പോലും അവർ ആഗ്രഹിക്കുകയില്ല. ഭഗവത് സേവനം മാത്രമാണ് അവർക്ക് ലക്ഷ്യം. മോക്ഷം അതിൻ്റെ മുമ്പിൽ കേവലം തുച്ഛമാണ്. സയേവാത്യന്തികോ യോഗോ ഭക്തിമാർഗസ്യ ഭാമിനി മദ്ഭാവം പ്രാപ്നുയാത്തേന അതിക്രമ്യ ഗുണത്രയം മഹദാ കാമഹീനേന സ്വധർമ്മചരണേന ച കർമ്മയോഗേന ശാസ്ത്രേണ വർജിതേന വിഹിംസനാത്. മാതാവേ, അതുതന്നെയാണ് ഭക്തിമാർഗത്തിലെ ആത്യന്തിക യോഗം. അതിലൂടെ ത്രിഗുണങ്ങളെ, സത്വ രജസ് തമസ്സുകളെ അതിക്രമിച്ച് ഞാനുമായി സാത്മ്യം പ്രാപിക്കാം. നിഷ്കാമ ഭാവനയോടെ സ്വധർമ്മം ആചരിച്ചും ഹിംസയില്ലാത്തതും പ്രശസ്തവും മഹത്വമായ കർമ്മയോഗം അനുഷ്ഠിച്ചും എന്നെ പ്രാപിക്കാം. മദ്ദർശനസ്തു മഹാപൂജാഭി സ്മൃതിവന്ദനൈ ഭൂതേഷു മദ്ഭാവനയാ സംഗേന സത്യവർജനൈ ബഹുമാനേന മഹതാം ദുഃഖിനാം അനുകമ്പയാ സ്വസമാനേഷു മൈത്ര്യാജ യമാദീനാം നിഷേവയാ. എന്നെ ദർശിക്കുക, സ്തുതിക്കുക, മഹാപൂജ നടത്തുക, സ്മരിക്കുക, വന്ദിക്കുക, എല്ലാ പ്രാണികളിലും എൻ്റെ സാന്നിധ്യം അനുഭവിക്കുക, അസത്യം ഒഴിവാക്കുക, സത്സംഗം ചെയ്യുക. ഇവയാൽ എന്നെ സാക്ഷാത്കരിക്കാവുന്നതാണ്. മഹാന്മാരോട് ബഹുമാനം, ദുഃഖിതരോട് കാരുണ്യം, സമന്മാരോട് മൈത്രി, യമനിയമാദികളുടെ പരിപാലനം ഇവയാലും വേദാന്തവാക്യശ്രവണാത് മമ നാമാനുകീർത്തനാത് സത്സംഗേന ആർജവേനൈവ അഹമ പരിവർജനാത്. വേദാന്തവാക്യങ്ങൾ ശ്രവിക്കുക, എൻ്റെ നാമസങ്കീർത്തനം, സത്സംഗം, ഹൃദയശുദ്ധി, അഹങ്കാരമില്ലായ്മ ഇവയാലും കാംക്ഷയാ മമ ധർമ്മസ്യ പരിശുദ്ധാന്തരോ ജനഃ മദ്ഗുണശ്രവണാദേവ യാതി മാമഞ്ച സാജനഃ. എൻ്റെ ധർമ്മത്തിലുള്ള അഭിനിവേശത്താലും അന്തശുദ്ധി നേടിയ ആൾ എൻ്റെ ഗുണഗണങ്ങൾ കേട്ടുകൊണ്ട് തന്നെ അനായാസം എന്നോട് ചേരുന്നു. യഥാ വായുവശാദ് ഗന്ധ സ്വാശ്രയാദ് ഘ്രാണമാവിശേത് യോഗാഭ്യാസരതം ചിത്തം ഏവമാത്മാനമാവിശേത്. സർവേഷു പ്രാണിജാതേഷു അഹമാത്മാ വ്യവസ്ഥിതഃ തമജ്ഞാത്വാ വിമൂഢാത്മാ കുരുതേ കേവലം ബഹി. ഗന്ധം അതിൻ്റെ ഉത്ഭവസ്ഥാനം വിട്ട് വായുവിലൂടെ ജീവികളുടെ ശ്വസനേന്ദ്രിയത്തിൽ കടക്കുന്നത് പോലെയാണ് യോഗാഭ്യാസനിരതമായ ചിത്തം ആത്മാവിൽ പ്രവേശിക്കുന്നത്. സകല പ്രാണികളിലും ആത്മാവായി നിലകൊള്ളുന്നത് ഞാനാണ്. അതിനെ അറിയാതെ മൂഢന്മാർ എന്നെ വെറുതെ വെളിയിൽ തേടുന്നു. ക്രിയോത്പന്നൈർനൈകഭേദൈർ ദ്രവ്യൈർമേനാംബതോഷണം
ഭൂതാവാം ആനീനാർച്ഛായാം അർച്ചിതോഹം ന പൂജിതഃ. അമ്മേ, അനേക കർമ്മങ്ങളിൽ നിന്നുളവായ ബഹുവിധ ദ്രവ്യങ്ങളാൽ പൂജിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രീതിയാകും എന്ന് കരുതരുത്. സമസൃഷ്ടങ്ങളെ അപമാനിക്കുന്നവൻ പ്രതിമാദികളിൽ എന്നെ പൂജിച്ചാൽ ഞാൻ പൂജിക്കപ്പെടുകയും ഇല്ല. താവൻ മാമർച്ചയേ ദേവം പ്രതിമാദൗ സ്വകർമ്മഭി യാവത് സർവേഷു ഭൂതേഷു സ്ഥിതം ജാത്മന്ന സ്മരേത്. യസ്തു ഭേദം പ്രകുരുതേ സ്വാത്മാനശ്ച പരസ്യ ച ഭിന്നദൃഷ്ടീർഭയം മൃത്യു തസ്യ കുര്യാൻ ന സംശയഃ. സർവഭൂതങ്ങളിലും സ്വന്തം അന്തരാത്മാവിലും സ്ഥിതി ചെയ്യുന്ന ദേവനാണ് ഞാനെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാലം വരെ സ്വകർമാനുഷ്ഠാനങ്ങളാൽ എന്നെ പ്രതിമാദികളിൽ പൂജിച്ചുകൊള്ളുക. യാതൊരുവൻ തൻ്റെ ആത്മാവിനും അന്യൻ്റെ ആത്മാവിനും തമ്മിൽ ഭേദം കൽപ്പിക്കുന്നുവോ ഭേദദൃഷ്ടിക്കാരനായ അവനെ മൃത്യു ഭയപ്പെടുത്തും എന്ന് തീർച്ചയാണ്. മാമത സർവഭൂതേഷു പരിച്ഛിന്നേഷു സംസ്ഥിതം ഏകം ജ്ഞാനേന മാനേന മൈത്ര്യാചാർച്ചേത ഭിന്നധി ചേതസൈവാനിശം സർവഭൂതാനി പ്രണമേത്സുധീ ജ്ഞാത്വാ മാം ചേതനം ശുദ്ധം ജീവരൂപേണ സംസ്ഥിതം. അതിനാൽ അഭേദബുദ്ധിയുള്ള സാധകൻ പരിച്ഛിന്നങ്ങളായ സകല ഭൂതങ്ങളിലും ഏകനായി അപരിച്ഛിന്നനായി വർത്തിക്കുന്ന എന്നെ ജ്ഞാന ബഹുമാന സൗഹൃദങ്ങളാൽ പൂജിച്ചുകൊള്ളട്ടെ. ശുദ്ധചേതനായ ഞാൻ തന്നെയാണ് ജീവരൂപേണ വർത്തിക്കുന്നതെന്നറിഞ്ഞ് ബുദ്ധിമാൻ മനസാ നിരന്തരം സകല ജീവജാലങ്ങളെയും പ്രണമിക്കുക തന്നെ വേണം. തസ്മാ കഥാചിന്നേക്ഷേദ ഭേദമീശ്വര ജീവയോഃ ഭക്തിയോഗോ ജ്ഞാനയോഗോ മയാ മാതരുദീരിത. തന്മൂലം ഈശ്വരനും ജീവനും തമ്മിൽ ഭേദം ഒരിക്കലും കാണാൻ പാടില്ല. അല്ലയോ അമ്മേ, ഭക്തിയോഗവും ജ്ഞാനയോഗവും അവിടത്തേക്ക് ഞാൻ ഉപദേശിച്ചു തന്നു. ആലംബ്യേകേതരം വാപി പുരുഷശമമൃച്ഛതി തതോ മാം ഭക്തിയോഗേന മാതസർവഹൃദി സ്ഥിതം പുത്രരൂപേണ വാ നിത്യം സ്മൃത്വാ ശാന്തിമവാപ്സ്യസി ശ്രുത്വാ രാമസ്യ വചനം കൗസല്യാനന്ദ സംയുതാ. ഭക്തിയോഗത്തിലും ജ്ഞാനയോഗത്തിലും ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചാലും സാധകന് ശാന്തി ലഭിക്കും. അല്ലയോ മാതാവേ, ആകയാൽ എന്നെ സകലരുടെയും ഹൃദയത്തിൽ സ്ഥിതൻ എന്നോ സ്വന്തം മകൻ എന്നോ സദാ നനച്ച് അവിടത്തേക്ക് ശാന്തി നേടാവുന്നതാണ്. രാമന്റെ വാക്കുകൾ കേട്ട് കൗസല്യ ആനന്ദതുതുലയായി. രാമം സദാ ഹൃദി ധാത്വാ ചിത്വാ സംസാരബന്ധനം അതിക്രമ്യ ഗതീസ്തിസ്രോ അവാപ പരമാം ഗതിം. ഹൃദയത്തിൽ സദാ ശ്രീരാമനെ ധ്യാനിച്ച് സംസാരബന്ധനം മുറിച്ച് 3 ഗതികളെയും അതിക്രമിച്ച് അവർ പരമപദം പ്രാപിച്ചു. കൈകേയീജാവിയോഗം രഘുപതി ഗതിതം പൂർവമേവാധിഗമ്യ ശ്രദ്ധാഭക്തി പ്രശാന്ത ഹൃദി രഘുതിലകം ഭാവയന്തി ഗദാസു ഗത്വാ സ്വർഗം സ്ഫുരന്തി ദശരഥ സഹിതാമോദമാനാവതസ്ഥേ മാതാ ശ്രീലക്ഷ്മണസ്യാപ്യതിവിമലമതി പ്രാപഭർത്തൃസമീപം. കൈകേയിയും നേരത്തെ തന്നെ ചിത്രകൂടത്തിൽ വെച്ച് രാമൻ ഉപദേശിച്ച യോഗം ഹൃദിസ്ഥമാക്കി ശ്രദ്ധാഭക്തിയാൽ പരമശാന്തി നേടുകയും മനസ്സിൽ രാമനെ നനച്ചുകൊണ്ട് പ്രാണൻ വിടുകയും ചെയ്തു. സ്വർഗത്തിൽ ദശരഥനോട് ചേർന്നു. പ്രഭതൂകി സസന്തോഷം കഴിഞ്ഞുകൂടി അതിവിശുദ്ധയായ ലക്ഷ്മണമാതാ വിസ്മിത്രയും പതിയുടെ സമീപം എത്തിച്ചേർന്നു. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ഉത്തരകാണ്ഡേ സപ്തമ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.